നമുക്കിന്നൊരു IG5A എന്ന് പറഞ്ഞൊരു VFD, അതായത് ഒരു വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിൻ്റെ കണക്ഷനും പാരാമീറ്റർ സെറ്റിങ്ങും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ VFD. ഇതൊരു പഴയൊരു VFD ആണ്. അതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അത് അഴിച്ചു മാറ്റിയതാണ്. അതിന് ഫ്രണ്ടിൽ അതിൻ്റെ ഡയൽ പാഡും ഓൺ ഓഫ് സ്വിച്ചും എല്ലാം ഉണ്ട്. നമുക്കതിൻ്റെ സൈഡിൽ അതിൻ്റെ റേറ്റിംഗ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. 3 ഫേസിൻ്റെയാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും 3 ഫേസ് കിട്ടുന്നതാണ്. 6.9 kVA ലോഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് VFD ആണിത്. മെയ്ഡ് ഇൻ കൊറിയയുടെയാണ് സാധനം. നല്ല സാധനമായിരുന്നു. ഇൻപുട്ടും ഔട്ട്പുട്ടും 3 ഫേസ് കിട്ടുന്ന ഒരു VFD ആണ്. അതുകൂടാതെ ഇതിന് ഒരു ബോക്സുമുണ്ട്. അതിനകത്തൊരു റിവേഴ്സ് ഫോർവേഡിന് വേണ്ടി ഒരു സെലക്ടർ സ്വിച്ചും സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മീറ്ററും ഉണ്ട്. നമുക്കിതിന് ഇതിൻ്റെ കണക്ഷനുകൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കൺട്രോൾ കണക്ഷനുകൾ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓൺ ഓഫ് പുഷ് ഓൺ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി നമുക്ക് റിവേഴ്സ് ഫോർവേഡിന് വേണ്ടി ഒരു സെലക്ടർ സ്വിച്ചാണ് ഉള്ളത്. ഇതാണ് ആ സെലക്ടർ സ്വിച്ച്. അതിൽ P1 എന്ന് പറഞ്ഞ വയറ് ഫോർവേഡിലേക്കും P2 എന്ന് പറഞ്ഞ വയറ് റിവേഴ്സിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. P1 P2 കോമണും ഉണ്ട്. കോമണിൽ നിന്നെടുത്ത് P1നും P2നും NO കോണ്ടാക്റ്റ് വഴി കയറ്റിയാണ് കൊടുക്കുന്നത്. അതുകൂടാതെ ഒരു പൊട്ടൻഷ്യൽ മീറ്റർ ഉണ്ട്. പൊട്ടൻഷ്യൽ മീറ്ററിന് 3 വയറുകളാണ് ഉള്ളത്. അതിൻ്റെ കണക്ഷൻ എടുത്തേക്കുന്നത് ഈ രീതിയിലാണ്. VRൽ നിന്ന് പോസിറ്റീവും VIയിൽ നിന്ന് പൊട്ടൻഷ്യൻ്റെ ഔട്ട്പുട്ടും Iയിൽ നിന്ന് നെഗറ്റീവുമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ കണക്ഷൻ്റെ സൈഡ്. RST എന്ന് പറയുന്നത് ഇൻകമിങ് സപ്ലൈ കൊടുക്കുന്നു. 6 റെഡ് യെല്ലോ ബ്ലൂ ക്രമത്തിലാണ് നമ്മൾ RST കൊടുത്തേക്കുന്നത്. B1 B2 എന്ന് പറയുന്നത് DC ബസിൻ്റെയാണ്. അതിനുശേഷം മോട്ടറിലേക്ക് UBW കൊടുത്ത് കണക്ട് ചെയ്യുന്നു. നമുക്ക് ഇത്രയും പാരാമീറ്ററാണ് മെയിനായിട്ട് സെറ്റ് ചെയ്യാനുള്ളത്. ഏറ്റവും ബേസിക് പാരാമീറ്റർ മാത്രമേ ഇതിനകത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആക്സിലറേഷൻ ടൈമാണ്. അത് നമ്മൾ മോട്ടോർ ഓൺ ചെയ്തതിന് ശേഷം എത്ര ടൈം കൊണ്ട് അത് ഫുൾ സ്പീഡ് ഗെയിൻ ചെയ്യുന്നു, അതാണ് ആക്സിലറേഷൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഡീആക്സിലറേഷൻ ടൈമാണ്. അതായത് നമ്മൾ മോട്ടോർ ഓഫ് ചെയ്തതിന് ശേഷം എത്ര ടൈമിന് ശേഷം മോട്ടോർ സ്റ്റോപ്പ് ആകണം എന്നുള്ളതാണ് ഡീആക്സിലറേഷൻ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്രൈവ്, അതായത് നമ്മുടെ ഡ്രൈവ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉപയോഗിക്കേണ്ടത് കീപാഡാണോ ടെർമിനൽ വഴി നമ്മുടെ എക്സ്റ്റേണലായിട്ടുള്ള സെലക്ടർ സ്വിച്ച് പുഷ് ബട്ടണാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 0 കൊടുക്കുകയാണെങ്കിൽ കീപാഡും 1 കൊടുക്കുകയാണെങ്കിൽ ടെർമിനലുമാണ്. പിന്നെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്നാണ്. കീപാഡ് വഴിയാണോ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ മീറ്റർ വഴിയാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രീക്വൻസി 0 കൊടുക്കുകയാണെങ്കിൽ കീപാഡും 3 കൊടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ മീറ്റർ ഔട്ട്സൈഡ് വഴിയാണ് സെറ്റിംഗ് കൊടുക്കേണ്ടത്. പിന്നെ F21 എന്ന് പറയുന്നത് മാക്സിമം ഫ്രീക്വൻസിയും F22 എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് ഫ്രീക്വൻസിയുമാണ്. അതുകൂടാതെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് H കാറ്റഗറിയിൽപ്പെട്ടതാണ്. H30 എന്ന് പറയുമ്പോൾ മോട്ടറിൻ്റെ കിലോ വാട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറിൻ്റെ കിലോ വാട്ട് എത്രയാണോ അതിനുള്ള സെറ്റിംഗാണ് H30യിൽ ചെയ്യേണ്ടത്. അതുകൂടാതെ H33 ആണ് മോട്ടറിൻ്റെ കറണ്ട് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ H93 നമ്മൾ എന്തെങ്കിലും പാരാമീറ്റർ റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടി H93 ഉപയോഗിക്കാം. ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ആക്സിലറേഷൻ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി ഡയൽ പാഡിൻ്റെ ടോപ്പിലുള്ള ആരോ മാർക്കിങ്ങിലാണ് പ്രസ് ചെയ്യേണ്ടത്. അത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഓരോന്നും മാറി മാറി വന്നുകൊണ്ടിരിക്കും. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 എന്ന് പറഞ്ഞാൽ മൾട്ടി സ്പീഡിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. CUR, RPM നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിനകത്ത് ആക്സിലറേഷൻ ടൈമും ഡീആക്സിലറേഷൻ ടൈമും ഡ്രൈവും ഫ്രീക്വൻസി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതാണ് അതുകൂടാതെ ലെഫ്റ്റിൽ ഒരു ബട്ടണുണ്ട്. അതിനകത്ത് നമുക്ക് HFI കാറ്റഗറി എല്ലാം നമുക്ക് ലെഫ്റ്റ് ആരോ മാർക്ക് പ്രസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ടോപ്പിലേക്കുള്ള ടോപ്പും ബോട്ടം അപ്പ് ആൻഡ് ഡൗൺ ആരോ മാർക്ക് നമ്മൾ ഉപയോഗിക്കുമ്പം ആക്സിലറേഷൻ ടൈം ഡീആക്സിലറേഷൻ ടൈം ഡ്രൈവ് ഫ്രീക്വൻസി തുടങ്ങിയ കാറ്റഗറികളാണ് കിട്ടുന്നത്. ലെഫ്റ്റ് റൈറ്റ് ആരോ മാർക്കുകൾ പ്രസ് ചെയ്യുമ്പോഴാണ് FHI കാറ്റഗറികൾ കിട്ടുന്നത്. നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത ശേഷം അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ച് അതിൻ്റെ പാരാമീറ്റർ സെറ്റ് എടുക്കുകയും അതിനുശേഷം എൻ്റർ കീ അടിച്ച് നമുക്കത് സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് I കാറ്റഗറിയാണ്. നമുക്ക് ഡൗൺ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് തൊട്ട് താഴെ വരെയും കാണിക്കും. ടോപ്പിലാണ് പ്രസ് ചെയ്തതെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഫിനിഷിങ് വരെയും കാണിക്കും. അതിനുശേഷം നമ്മൾ ആക്സിലറേഷൻ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പ് കീയാണ് പ്രസ് ചെയ്യേണ്ടത്. അന്നേരം ACC എന്ന് എഴുതി കാണിക്കും. അപ്പോൾ എൻ്റർ കീയാണ് പ്രസ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ കീ ബട്ടണ് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് അത് എൻട്രി ആവുന്നില്ല.
അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേനും മുകളിലേക്കുള്ള ആക്സിലറേഷൻ കീ സെറ്റ് ചെയ്ത ശേഷം എൻട്രി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് എഴുതി കാണിക്കും. സെക്കൻഡോ മിനിറ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ എഴുതി കാണിക്കും. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ച് അത് ഡിക്രീസ് ചെയ്യുകയോ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. DEC എന്ന് പറഞ്ഞാൽ ഡീആക്സിലറേഷൻ ടൈമാണ്. അത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം എത്ര ടൈം കൊണ്ടാണ് സ്റ്റോപ്പ് ആകേണ്ടത് എന്നാണ് DEC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ പിന്നെ നമുക്കുള്ള DRV എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. DRV എന്ന് പറഞ്ഞാൽ ഡ്രൈവ് മോഡ്. അതായത് ഈ ഡ്രൈവ് ഓൺ ആക്കണോ ഓഫ് ആക്കണോ അത് ഏത് വഴിയാണെന്നുള്ളതാണ്. അത് 0 കൊടുക്കുകയാണെങ്കിൽ കീപാഡ് വഴിയും, 1 കൊടുക്കുകയാണെങ്കിൽ ടെർമിനൽ എക്സ്റ്റേണലായിട്ട് നമ്മുടെ നമ്മളിപ്പോൾ നിലവിൽ സെലക്ടർ സ്വിച്ചാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 1 കൊടുക്കേണ്ടത്. അതുകൂടാതെ ഫ്രീക്വൻസിയാണ്. അത് 0 കൊടുക്കുകയാണെങ്കിൽ കീപാഡും, 3 കൊടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ ഔട്ട് സൈഡിൽ നിന്നുമാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി ലെഫ്റ്റ് സൈഡിലെ കീ പ്രസ് ചെയ്ത് F കാറ്റഗറിയിൽ പോയിട്ട് F21 എടുക്കാം. F21 എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ഫ്രീക്വൻസിയാണ്. 21 പ്രസ് ചെയ്ത ശേഷം എൻ്റർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 60 ആണ് മാക്സിമം ഫ്രീക്വൻസി സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൽ തിരിക്കുമ്പോൾ മാക്സിമം 60 ഫ്രീക്വൻസി വരികയുള്ളൂ. അത് കൂട്ടണമെങ്കിൽ ഈ F21 എന്ന് പറയുന്നത് കൂട്ടുകയാണെങ്കിൽ നമുക്കതിൽ കൂട്ടിയെടുക്കാവുന്നതാണ്. F22 എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് ഫ്രീക്വൻസിയാണ്. അത് നമുക്കവിടെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അടുത്ത ശേഷം നമ്മൾ എടുക്കേണ്ടത് H കാറ്റഗറിയിൽപ്പെട്ട പാരാമീറ്ററാണ്. H30 ആണ് നമുക്കിനി സെറ്റ് ചെയ്യേണ്ടത്. H30 എന്ന് പറയുന്നത് മോട്ടറിൻ്റെ കിലോവാട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. H കാറ്റഗറിയിൽ 30. ഇപ്പോൾ 30 എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. ആ എൻ്റർ ബട്ടണിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അതാണ് എൻ്റർ ചെയ്യാൻ താമസം. അതുകൊണ്ടാണ് ഇത് അഴിച്ച് മാറ്റി തന്നെ. അപ്പോൾ ഇത് കിലോവാട്ടിലാണ് എഴുതി കാണിക്കുന്നത്. H30 എടുത്ത ശേഷം ലെഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് H എടുക്കുക. അതിനുശേഷം അപ്പ് കീ ഉപയോഗിച്ച് 30 എടുക്കുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ മോട്ടറിൻ്റെ കിലോവാട്ട് എഴുതി കാണിക്കും. നമ്മൾ ഏത് കിലോവാട്ടിലുള്ള മോട്ടറാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാനാണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് അവർ എല്ലാത്തിൻ്റെയും ഇട്ട് വെച്ചിട്ടുണ്ട്. 15, 11, 5.5, 3.7, 2.2, 1.5, 0.75, 0.4, 0.20 കിലോവാട്ട്. ഇത്രയും അവർ ഇൻബിൽട്ടായിട്ട് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് മോട്ടറാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് സേവ് ആയിക്കൊള്ളും. നമുക്കിപ്പം 3.7 കിലോവാട്ടിൻ്റെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് H കാറ്റഗറിയിൽ 33 ആണ്. 33 എന്ന് പറയുന്നത് മോട്ടറിൻ്റെ കറണ്ടാണ്. നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോട്ടർ എടുക്കുന്ന മാക്സിമം ലോഡ് കറണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ട പാരാമീറ്റർ H33 എന്ന് പറയുന്നു. H33 ആയിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ബട്ടൺ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടാണ് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേന് 33 എൻ്റർ ആകുകയും നമുക്ക് മോട്ടറിൻ്റെ ആംബിയർ സെറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ബട്ടണിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്ത ശേഷം 2.33 ആംബിയറാണ്. നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്ത ശേഷം അപ്പ് ആൻഡ് ഡൗൺ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത്രയും പാരാമീറ്റർ സെറ്റ് ചെയ്താൽ നമ്മുടെ VFDയുടെ ഡയൽ പാഡ് ഇത് ഉപയോഗിച്ച് തന്നെ നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്റ്റേണലായിട്ട് ഇത്തരം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഓൺ ഓഫ് റിവേഴ്സ് ഫോർവേഡിന് വേണ്ടി ഒരു സെലക്ടർ സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നടുക്കത്തെ പൊസിഷൻ ഓഫാണ്. ഇപ്പോൾ റിവേഴ്സാണ് കറങ്ങുന്നത്. അപ്പോൾ റിവേഴ്സ് അവിടെ ഇൻഡിക്കേറ്റർ കത്തും നമുക്ക് കാണാൻ സാധിക്കും. ഫോർവേഡ് ഓഫ് ചെയ്തതിന് ശേഷം ഫോർവേഡിലേക്ക് ഇടുമ്പോൾ ഫോർവേഡിൽ നിന്ന് ഓഫ് ചെയ്ത ശേഷം നമുക്ക് റിവേഴ്സിലേക്കും കൊടുക്കാവുന്നതാണ്. ഇപ്പം ഓഫ് പൊസിഷനിലാണ്, ഇപ്പോൾ ഫോർവേഡ് പൊസിഷനിലാണ്. അതിന് ഇൻഡിക്കേറ്റർ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഫ്രീക്വൻസി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. ഈ P1, P2 എന്ന് പറയുന്നതാണ് റിവേഴ്സ് ഫോർവേഡിന് കണക്ഷൻ കൊടുത്തേക്കുന്നത്. ആ കോമൺ താഴത്തെ ലൈനിൽ നിന്നാണ് കോമൺ എടുത്തേക്കുന്നത്. അത് ടോപ്പിലെ കോമണിൽ കൊടുത്താലും വർക്കാവും. അതിൻ്റെ ഡ്രോയിങ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൊടുത്താൽ മതിയാവും. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കണക്ഷൻ വരുന്നത്. VR, VI, I. VR എന്ന് പറഞ്ഞാൽ പോസിറ്റീവും, VI എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ടും, അതായത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഔട്ട്പുട്ടും, I എന്ന് പറഞ്ഞാൽ നെഗറ്റീവുമാണ്. അത് ഈ രീതിയിലാണ് കണക്ഷൻ വരുന്നത്. നമ്മുടെ പ്രോഗ്രാമിങ്ങും കണക്ഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സപ്ലൈയും കൊടുത്ത് നമ്മുടെ ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടെമ്പററി ആയിട്ട് കൊടുത്തൊരു കണക്ഷനാണ്. ഇതൊരു വാളിലേക്കാണ് കൊടുത്തേക്കുന്നത്.
അപ്പോൾ നമുക്കതിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും സെലക്ടർസ് ഉപയോഗിച്ച് റിവേഴ്സും ഫോർവേഡും നമുക്ക് നോക്കാവുന്നതാണ്. ഇത് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ കൂട്ടുന്നതനുസരിച്ച് സ്പീഡ് കൂടി വരും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ 60 മാക്സിമം ഫ്രീക്വൻസി സെറ്റ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ എത്തിപ്പോൾ നിന്നത്. ഇനി ചെറിയ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ഇൻവെൻറ്റിൻ്റെ പുതിയൊരു VFD മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് പാരാമീറ്റർ ചെയ്ത് കണക്ഷൻ കൊടുത്ത് റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.